ജമാഅത്തെ ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ എ.കെ. ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. എ.കെ. ബാലൻ വാതുറന്നാൽ പാർട്ടിയുടെ വോട്ട് ചോരുമെന്നും അനാവശ്യ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പ്രത്യേക ചുമതലകളൊന്നുമില്ലാത്ത ബാലൻ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, അതൊരു നല്ല ആവശ്യപ്പെടലാണ്. ചിലർ വായ തുറന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് 10 അധികം പോവും എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് എ.കെ. ബാലന്റെ കാര്യത്തിലടക്കം ഇപ്പോൾ അത് അങ്ങനെയുണ്ടെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നു. എങ്ങനെയാണ് ആ വിമർശനത്തിന്റെ സ്വഭാവം എന്താണ്? അരുൺകുമാർ, എ.കെ. ബാലൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒന്നാം മാറാടോ രണ്ടാം മാറാടോ ഒക്കെ ആവർത്തിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് എ.കെ. ബാലൻ നടത്തിയത്. ഇതിനു പിന്നാലെ വ്യാപകമായി അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് എ.കെ. ബാലനെതിരെ സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും ഉയർന്നത്. കോൺഗ്രസ് ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എ.കെ. ബാലനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സ്ഥിതി വരെ ഉണ്ടാവുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എ.കെ. ബാലനെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് എത്തിയത്. കേരളത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ പ്രീണനമാവുക എന്ന രീതിയിലുള്ള വാക്കുകളിലൂടെയായിരുന്നു എ.കെ. ബാലന് ഒരു പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പിന്തുണ നൽകുമ്പോഴും CPM എ.കെ. ബാലനെതിരെ രൂക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ന് CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രൂക്ഷമായി തന്നെ എ.കെ. ബാലന്റെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഈ വിമർശനങ്ങളിൽ രൂക്ഷമായി തന്നെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള പ്രസ്താവന അത് എ.കെ. ബാലൻ ഒഴിവാക്കണമായിരുന്നു. എ.കെ. ബാലൻ വാ തുറന്നാൽ CPM എന്ന പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെടുന്ന. ഇപ്പോൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, സൈലൻസ് ഈസ് ഗോൾഡ് അറ്റ് സം ടൈംസ് എന്നുള്ളത്. ചില നേതാക്കൾക്ക് അത് ബാധകമാണ്, അത്രയേ ഉള്ളൂ.